ക്വസ്റ്റ്യൻസുമായിട്ടാണ് വീണ്ടും വന്നിട്ടുള്ളത് മക്കളെ ഫസ്റ്റ് ടേമിൽ നിന്ന് നല്ല രീതിയിലുള്ള വെയിറ്റേഴ്സിന് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. നമ്മളിപ്പോൾ 1 മാർക്ക് എടുത്താലും 2 മാർക്ക് എടുത്താലും 3 മാർക്ക് എടുത്താലും 4 മാർക്ക് എടുത്താലും ഇതിലെല്ലാം ഓരോ ഓപ്ഷൻ ആയിട്ട് ഫസ്റ്റ് ടേമിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. സോ ഏകദേശം 10% അല്ലെങ്കിൽ ഇപ്പൊ പറയുന്ന സമയത്തിൽ ഒരു 12% ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്തിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് പഠിച്ചിട്ട് തന്നെ പോകണം. 1 മാർക്ക് പോലും അവിടെ നമുക്ക് മിസ്സാക്കാൻ പാടില്ല. സോ വേഗം തന്നെ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. എല്ലാ മക്കളെയും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സ് അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടെ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം മക്കളെ. ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ആൻഡ് നോട്ട് ഡൗൺ ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് അതേഴ്സ്. നമുക്ക് ഓഡ് വൺ ഔട്ട് തന്നിട്ടുണ്ട്. മറ്റുള്ളവയുടെ കോമൺ ഫീച്ചേഴ്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ നോക്കിക്കേ, അൾഷിമേഴ്സ് ഉണ്ട്, ട്യൂബർകുലോസിസ് ഉണ്ട്, പാർക്കിൻസൺസ് ഉണ്ട്, എപ്പിലെപ്സി ഉണ്ട്. നമുക്കറിയാം അല്ലെ ട്യൂബർകുലോസിസ് ആണ്. കാരണം എന്താണ് ട്യൂബർകുലോസിസ് ആണ് എന്ന് പറയാനുള്ള കാര്യം? ഇവിടെ ക്ഷയമാണിത് നമ്മുടെ ഓപ്ഷൻ എന്ന് വരുന്നത്, ട്യൂബർകുലോസിസ് അല്ലെങ്കിൽ ക്ഷയം. ബാക്കിയുള്ളതിന്റെ ആൻസർ നമുക്ക് എഴുതാൻ കഴിയാം. അതേഴ്സ് ആർ നെർവസ് അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്. അതേഴ്സ് ആർ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് അല്ലെ. ബാക്കിയുള്ളവ എന്താണ്? നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങളാണ്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങളാണ്. ഓക്കെ, അപ്പൊ എപ്പോഴും ഓഡ് വൺ ഔട്ട് എഴുതുമ്പോൾ ബാക്കിയുള്ളതിന് കോമൺ ഫീച്ചേഴ്സ് എഴുതാൻ മറക്കരുത്. ഡെൻഡ്രോൺ, ആക്സോൺ, നെഫ്രോൺ, ഡെൻഡ്രൈറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ നെഫ്രോൺ ആണ് അല്ലെ നമ്മുടെ ഓഡ് വൺ ഔട്ട് നമുക്ക് പറയാം. ബാക്കിയുള്ളത് ഏതാണ്? അതേഴ്സ് ആർ പാർട്ട് ഓഫ് എ ന്യൂറോൺ. ബാക്കിയുള്ളവ ഏതിന്റെ ഭാഗമാണ്? ബാക്കിയുള്ളവ നാഡീകോശത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ ന്യൂറോണിന്റെ ഭാഗമാണ് എന്ന് എഴുതാം. ഓക്കെ, ഗുഡ്. ഇനി അടുത്തത് നോക്കിക്കേ. തോട്ട് മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം, മെമ്മറി, ഇമാജിനേഷൻ. അറിയാലോ, ചിന്തയുണ്ട്, ശരീരതുലനത പാലിക്കുകയുണ്ട്, അതുപോലെ തന്നെ ഓർമ്മയുണ്ട്, ഭാവനയുണ്ട്. ഏതാ മക്കളെ? മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം അല്ലെ, ശരീരതുലനത പാലിക്കുകയാണ്. അത് ആരുടെ ഫംഗ്ഷൻ ആണ്? അത് നമ്മുടെ സെറിബെല്ലത്തിന്റെ ഫംഗ്ഷൻ ആണ്. ബാക്കിയുള്ളത് ഏതാണ്? സെറിബ്രത്തിന്റെ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഓഡ് വൺ ഔട്ട് എഴുതണ്ടേ അല്ലെ? അത് ഞാൻ കാരണം മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇവിടെ ട്യൂബർകുലോസിസ് എന്ന് എഴുതാം, ക്ഷയം. ഇവിടെ നമ്മുടെ നെഫ്രോൺ ആണ്. നെഫ്രോൺ എന്താ? കിഡ്നിയുടെ ഭാഗമാണ്. അപ്പം ഓഡ് വൺ ഔട്ട് എഴുതുക, ബാക്കിയുള്ളതിന് കോമൺ ഫീച്ചർ എഴുതുക. ഇവിടെ ആരാ വരിക? മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം അല്ലെ. മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം വരും. ശരീര തുലനത പാലിക്കുക. അപ്പൊ ബാക്കിയുള്ള ഫീച്ചേഴ്സ് എന്ത് എഴുതാം? അതേഴ്സ് ആർ ദി ഫങ്ഷൻസ് ഓഫ് സെറിബ്രം അല്ലെ. എങ്ങനെ എഴുതാം? ബാക്കിയുള്ളവ സെറിബ്രത്തിന്റെ ധർമ്മങ്ങളാണ്. ഇങ്ങനെ തന്നെ എഴുതാൻ പഠിക്കണം കേട്ടോ. ഇങ്ങനെ തന്നെ എഴുതിയാലും നിങ്ങൾക്ക് 3 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. ഐഡന്റിഫൈ ദ കറക്റ്റ് പെയർ. ഏതാണ് മക്കളെ തന്നിട്ടുള്ളതിൽ കറക്റ്റ് പെയർ എന്നാണ്? ഡെൻഡ്രോൺ, ലോങ് ഫിലമെന്റ് ഫ്രം ദ സെൽ ബോഡി. കോശത്തിൽ നീളം കൂടിയ തന്തു ഡെൻഡ്രോൺ ആണോ? അല്ല, അത് തെറ്റാണ്. ഡെൻഡ്രോൺ ക്യാരീസ് ഇമ്പൾസ് ഫ്രം ദ സെൽ ബോഡി ടു ഔട്ട്സൈഡ്. പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ആരാ? ഡെൻഡ്രോൺ ആണോ? അല്ല, അതും തെറ്റാണ്. ആക്സോണൈറ്റ് ക്യാരീസ് ഇമ്പൾസ് ടു സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബിലേക്ക് ഇൻഫർമേഷൻ കൊണ്ടുപോകുന്നത് ആക്സോണൈറ്റ് ആണോ? അതെ അല്ലെ. ഡെൻഡ്രൈറ്റ് ബ്രാഞ്ച് ഓഫ് ഡെൻഡ്രോൺ. ഡെൻഡ്രോണിന്റെ ബ്രാഞ്ച് ആണ് ഡെൻഡ്രൈറ്റ്, അതും ശരിയാണ്. ഓക്കെ, അപ്പം സിയും ഡിയുമാണ് കറക്റ്റ് ഓപ്ഷൻ. ഇനി ടിപ്പ് ഓഫ് ആക്സോണൈറ്റ്. ആക്സോണൈറ്റിന്റെ ടിപ്പിനെ നമ്മൾ എന്ത് പറയുന്നു? 1 മാർക്കിന്റെ ഭാഗത്ത് നിന്ന് ചോദ്യം വരാം. ആക്സോണൈറ്റിന്റെ ടിപ്പിനെ നമ്മൾ പറയുന്നതാണ് ഇത് സിനാപ്റ്റിക് നോവ് എന്ന് പറയുന്നു. പാർട്ട് ഓഫ് ബ്രെയിൻ വിച്ച് പ്ലേസ് എ മേജർ റോൾ ഇൻ മെയിൻറ്റെനൻസ് ഓഫ് ഹോമിയോസ്റ്റാസിസ്. അതായത് നമ്മുടെ ആന്തര സമസ്ഥിതി പാലനത്തിൽ പങ്കുവയ്ക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഹോമിയോസ്റ്റാസിസിൽ പങ്കുവയ്ക്കുന്ന ഭാഗം ഏതാണ്? ആന്തര സമസ്ഥിതി പാലനത്തിൽ നമ്മളെ സഹായിക്കുന്ന പങ്ക് എന്ന് പറയുന്നത് യെസ്, തലാമസ്, ഹൈപ്പോതലാമസ്, സെറിബ്രം, മെഡുല്ല ഒബ്ലോങ്കേറ്റ പറഞ്ഞിട്ടുള്ളത് ഇന്റർ അല്ലെ. ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഹൈപ്പോതലാമസ് ആണ്. തലാമസ് ഏതാ? റിലീസ് സ്റ്റേഷൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഹൈപ്പോതലാമസ് ആണ് മെയിൻറ്റെയിൻസ് ഓഫ് ഹോമിയോസ്റ്റാസിസ്. സെറിബ്രം നമ്മൾ പറഞ്ഞു തോട്ട്, ഇന്റലിജൻസ് കാര്യങ്ങൾ. മെഡുല്ല ഒബ്ലോങ്കേറ്റ ബ്രീത്തിങ്, ഹാർട്ട് റേറ്റ് കാര്യങ്ങൾ. അപ്പം ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് തന്നെ വെക്കാം.
അടുത്തതൊരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ടേബിൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇവിടെ നെർവ് തന്നിട്ടുണ്ട്, സെൻസറി നെർവ്, അതിന്റെ BC ഫങ്ഷൻസ് നമുക്ക് എഴുതണം, സെൻസറി നെർവിന്റെ ഫങ്ഷൻ. അതുപോലെ തന്നെ ഇവിടെ ഫങ്ഷൻ തന്നിട്ടുണ്ട്, ഓരോന്നും എന്താണെന്നും എഴുതണം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? സെൻസറി നെർവ്. സെൻസറി നെർവ് അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുള്ള സംവേദ നാഡിയാണ് പറഞ്ഞത്. സംവേദ നാഡിയുടെ ഫംഗ്ഷൻ നമുക്ക് എഴുതണം A എന്ന് പറയുന്നത്. സെൻസറി നെർവ് അല്ലെങ്കിൽ സംവേദ നാഡിയുടെ ഫംഗ്ഷൻ എന്താണ്? ക്യാരീസ് ഇമ്പൾസസ് ഫ്രം സെൻസ് ഓർഗൻസ് ടു ബ്രെയിൻ ആണ് അല്ലെ? ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ ശരീരത്തിലെ ഇന്ദ്രിയ അവയവങ്ങളിൽ നിന്ന് ആവേഗങ്ങളെ എവിടേക്ക് എത്തുന്നു? നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് എത്തുന്നു. മസ്തിഷ്കത്തിലേക്ക് എത്തിക്കുന്നു. ഇതാണിത് സെൻസറി നെർവ്, സംവേദനാഡി. അതാണ് നമ്മുടെ എയുടെ ഉത്തരമായിട്ട് വരിക. ക്യാരീസ് ഇമ്പൾസ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് തന്നിട്ടുണ്ട് അല്ലെ? സുഷുമ്ന, തലച്ചോറ്, സുഷുമ്ന എന്നിവയിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് B ചോദിച്ചിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ മോട്ടോർ നെർവ് എന്ന് പറയുന്നത്. മോട്ടോർ നെർവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്ത് പറയും? പ്രേരക നാഡി. മോട്ടോർ നെർവ് അല്ലെങ്കിൽ പ്രേരക നാഡി. സിയും ഡിയും നമുക്ക് എഴുതണം. സി എന്ന് പറയുന്നത് മിക്സഡ് നെർവ് ആണ്, അല്ലെങ്കിൽ സമ്മിശ്ര നാഡി. അതിൽ ഡി എന്ന് പറയുന്നതാണ് എന്ത്? ഇവയുടെ ഫംഗ്ഷൻ. മിക്സഡ് നെർവ് എന്ത് ചെയ്യുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ? അതായത് ക്യാരീസ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രോ ഫ്രം ദി from brain and sense organ. അതായത് നമ്മുടെ ശരീരത്തിൽ നിന്നും മസ്തിഷ്കത്തിലേക്കും അതുപോലെ തന്നെ മസ്തിഷ്കത്തിൽ നിന്ന് ശരീരത്തിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആവയവങ്ങളെ കൊണ്ടുപോകുന്ന നാഡിയാണ് ഇത്? നമ്മുടെ മിക്സഡ് നെർവ് അല്ലെങ്കിൽ സമ്മിശ്ര നാഡി എന്ന് പറയുന്നത്. അപ്പൊ ഈ നാഡികൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കാം. അടുത്തത് നോക്കിക്കേ, ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് തന്നിട്ടുള്ളത്. സെറിബ്രം ഉണ്ട്, സെറിബെല്ലം ഉണ്ട്, ഹൈപ്പോതലാമസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവയെ എങ്ങനെ നമുക്ക് മാച്ച് ചെയ്യാമെന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ? അപ്പൊ നോക്കിക്കേ, സെറിബ്രം, സെറിബെല്ലം. സെറിബ്രം എന്ന് പറയുന്നത് സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിലോ ദ തലാമസ് അല്ലെ? ആണോ? അല്ല. സെറിബ്രം എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ബ്രെയിൻ ആണ്. മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗത്തെ നമുക്ക് സെറിബ്രത്തോട് മാച്ച് ചെയ്യാം. ഇനി സെറിബെല്ലം എന്ത് ചെയ്യുന്നു? സീൻ ബിഹൈൻഡ് സെറിബ്രം എന്ന് പറയാം. സെറിബെല്ലം സീൻ ബിഹൈൻഡ് അല്ലെ? സെറിബ്രത്തിന്റെ പുറകിലായിട്ടാണ് നമുക്ക് സെറിബെല്ലം കാണാൻ കഴിയുന്നത്. ഹൈപ്പോതലാമസ് ഏതാണ്? സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിലോ തലാമസ് ആണ്. ഇനി ഓരോന്നിന്റെ ഫംഗ്ഷൻ നമുക്ക് നോക്കണ്ടേ? മെയിൻറ്റെയിനിങ് ഹോമിയോസ്റ്റാസിസ് നമ്മൾ പറഞ്ഞതാണ്. ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് ആണ്. ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? സെറിബെല്ലം ആണ്. ശരീര തുലനത പാലിക്കുന്നത് സെറിബെല്ലം ആണ്. ആൻഡ് സെറിബ്രം ആണ് എന്ത് ചെയ്യുന്നത്? സെന്റർ ഓഫ് തോട്ട്, ഇമാജിനേഷൻ, ചിന്ത, ഭാവന, ബുദ്ധി എന്നിവയുടെ ചെയ്യുന്നത് ആരാണ്? സെറിബ്രം ആണ്. അപ്പൊ ഇതുപോലെ മാച്ച് ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ. അടുത്ത നോക്കിക്കേ, സിംറ്റംസ് ഓഫ് ഡിസീസ് അല്ലെ? These symptoms of disease affecting nervous system are given below. നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗത്തിൽ ലക്ഷണങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. രോഗം ഏതാണെന്ന് തന്നെ രോഗകാരണം എഴുതണം. ബോഡി ബാലൻസ് പോകുന്നു. അതുപോലെ തന്നെയോ ഇറഗുലർ മൂവ്മെന്റ് ഓഫ് മസിൽസ്, ശരീരത്തിലെ മസിൽസ് അല്ലെ, പേശികൾ എന്ത് ചെയ്യുന്നു? ക്രമരഹിതമായി ചലിക്കുന്നു. ഷിവറിംഗ് ഓഫ് ദ ബോഡി, കൈകൾ വിറയ്ക്കുന്നു. ഇതിനെ നമ്മൾ പറയുന്നതാണ് ഇത്? പാർക്കിൻസൺസ് രോഗം. പാർക്കിൻസൺസ് രോഗം. പാർക്കിൻസൺസ് രോഗം. ഇനി ഇതിന്റെ ഒരു രോഗ കാരണം എന്താണ്? പാർക്കിൻസൺസ് വരാനുള്ള കാരണം എന്നാണ് ചോദ്യം.
എന്താണ് പാർക്കിൻസൺസ് വരാനുള്ള കാരണം? എന്താണ് പാർക്കിൻസൺസ് വരാനുള്ള കാരണം? നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി ഇതിന്റെ റീസൺ എന്താണ് എന്നുള്ളത് അല്ലെ. നമ്മൾ 3 ഡിസീസാണ് ന്യൂറോളജിക്കൽ ഡിസീസിൽ പഠിക്കുന്നത്. അൾഷിമേഴ്സ് ഉണ്ട്, എപ്പിലെപ്സി ഉണ്ട്, അതുപോലെ തന്നെ പാർക്കിൻസൺസ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നെർവ് ഗാംഗ്ലിയോണുകൾ തകരാറ് അല്ലെ, ഡോപ്പമിന്റെ അളവ് കുറയുന്നത് കൊണ്ട്. അപ്പം നെർവ്സിൽ എന്ത് ചെയ്യുന്നു? ഡോപ്പമിൻ റിഡ്യൂസ് അല്ലെങ്കിൽ റിഡക്ഷൻ ഇൻ ഡോപ്പമിൻ എന്ന് നമുക്ക് അതിന്റെ റീസൺ പറയാം. റിഡക്ഷൻ ഓഫ് ഡോപ്പമിൻ, ഡോപ്പമിന്റെ അളവ് കുറയുന്നത് മൂലം. ഓക്കെ, അപ്പൊ റീസൺ എഴുതുക, ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി റീഡ്രോ ദ പിക്ചർ ആൻഡ് ഐഡന്റിഫൈ ആൻഡ് ലേബൽ ദ പാർട്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. 4 മാർക്കിന് എന്തായാലും ഒരു മാർക്ക് നിങ്ങൾക്ക് എവിടുന്ന്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ, 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ എവിടെ നിന്ന് പ്രതീക്ഷിക്കാം? ഫസ്റ്റ് ടേമിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഒന്നെങ്കിൽ ബ്രെയിൻ, അല്ലെങ്കിൽ കണ്ണ്, ചെവി, ആ ഭാഗത്ത് നിന്നാണ് ചോദ്യം വരാറ് ഇതുവരെ. അപ്പൊ ബ്രെയിൻ ഒന്ന് നോക്കാം. ഫിഗർ തന്നെ വരണമെന്നില്ല, ചിലപ്പോൾ ഫ്ലോ ചാർട്ട്സോ ടേബിളോ അങ്ങനെ എന്ത് വേണേലും വരാം. അപ്പം ഇവിടെ തന്നിട്ടുള്ളത് എന്താ? തലച്ചോറ് ചിത്രം നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് സ്കെച്ച് ചെയ്തിട്ട് നോക്കി വരയ്ക്കാം. എന്നിട്ടോ സെന്റർ ഓഫ് തോട്ട്, ഇന്റലിജൻസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ. ഓക്കെ, ഇങ്ങനെയും ചോദ്യം വരാം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇതുപോലെയും ക്വസ്റ്റ്യൻ വരാം. കണ്ടല്ലോ, ലേബൽ ചെയ്തിട്ട് ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ. രണ്ടാണെങ്കിലും നോക്കാം നമുക്ക്. സെന്റർ ഓഫ് തോട്ട്, ഇന്റലിജൻസ്, മെമ്മറി, ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ സെറിബ്രമാണ്. ചിന്താ ബുദ്ധിയൊക്കെ വരുന്നത് എവിടെയാണ്? സെറിബ്രമാണ്. പാർട്ട് വിച്ച് കൺട്രോൾ ഇൻവോളണ്ടറി ആക്ഷൻസ് എന്ന് പറയുന്നതോ ഇതാണ് നമ്മുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റ അല്ലെ. അനൈച്ഛിക പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. ഇനിയോ ശരീര തുലനനില പാലിക്കുന്നു, കോർഡിനേറ്റ് മസ്കുലർ ആക്ടിവിറ്റി ആൻഡ് മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം, അതാണ് നമ്മുടെ സെറിബെല്ലം. എല്ലാ ഭാഗങ്ങളും അടയാളപ്പെടുത്തി. ഇവിടെ ആ ചോദ്യം നോക്കിക്കേ, ABC അടയാളപ്പെടുത്തണം. ഹൗ ആർ പാർട്സ് ഇൻഡിക്കേറ്റഡ് ബൈ A and B, സ്ട്രക്ചറലി ഡിഫറൻസ് എങ്ങനെയാണെന്ന് എഴുതണം. ആൻഡ് ഫങ്ഷൻസ് ഓഫ് CU എഴുതണം. അപ്പൊ നോക്കിക്കേ, AB എന്ന് പറയുന്നത് സെറിബ്രം, A എന്ന് പറയുന്നത് സെറിബ്രമാണ്, B എന്ന് പറയുന്നത് സെറിബെല്ലമാണ്, C എന്ന് പറയുന്നതോ മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. മെഡുല്ല ഒബ്ലോങ്കേറ്റ. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം തന്നാൽ എഴുതേണ്ട രീതി ഇങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് മിസ് ഓരോന്നും എഴുതി കാണിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? ആൻസറിൽ ചിത്രം മാറ്റി വരച്ച് ഇതുപോലെ ലേബൽ ചെയ്ത് വേണം എഴുതാൻ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് എഴുതാം? B ക്വസ്റ്റ്യനിലേക്ക് പോകാം. B ക്വസ്റ്റ്യൻ എന്താണ്? AB സൂചിപ്പിക്കുന്ന ഭാഗങ്ങൾ ഘടനാപരമായി ബന്ധപ്പെട്ട വ്യത്യാസം എങ്ങനെയെന്നാണ്. അതായത് സെറിബ്രവും സെറിബെല്ലവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ എഴുതേണ്ടത്. സെറിബ്രവും സെറിബെല്ലവും തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെ സ്ട്രക്ചറൽ ഡിഫറൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെറിബ്രം നമുക്കറിയാം എന്താണ്? ലാർജസ്റ്റ് പാർട്ടാണ് അല്ലെ, ഏറ്റവും വലിയ ഭാഗമാണ്. സെറിബെല്ലവോ സെക്കൻഡ് ലാർജസ്റ്റ് ആണ്, രണ്ടാമതായിട്ട് വലുത്. ഇനി വേറൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ സെറിബ്രത്തിന്റെ പ്രത്യേകത എന്താണ്? ചുളിവുകൾ അല്ലെ, ഗ്രൂവ്സ് നമുക്ക് കാണാം. അതുപോലെ തന്നെ മടക്കുകൾ കാണാം. ഗ്രൂവ്സ് ആൻഡ് ബെൻഡിങ്സ് ആർ സീൻ. സെറിബെല്ലത്തിലോ ഗ്രൂവ്സുകൾ ഉണ്ട്, പക്ഷെ എന്താ? കുറച്ച് ലീഫി ആയിട്ട് അല്ലെ, ഒരു പരന്ന പോലെ ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ഗ്രൂവ്സ് പ്രസന്റ് ആണ്, മടക്കുകളും ചുളിവുകളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതുപോലെ സ്ട്രക്ചറലി നിങ്ങൾക്ക് ഡിഫറൻസ് ചെയ്താൽ. C സൂചിപ്പിക്കുന്ന ഭാഗങ്ങളുടെ ധർമ്മം, മെഡുല്ല ഒബ്ലോങ്കേറ്റിന്റെ ധർമ്മമാണ് അടുത്ത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മെഡുല്ല ഒബ്ലോങ്കേറ്റിന്റെ ധർമ്മം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതാണ് ഇത് ഹാർട്ട് ബീറ്റ്, അതുപോലെ തന്നെ റെസ്പിറേഷൻ, ഹൃദയസ്പന്ദനം, ശ്വസനം, പിന്നെയോ ഇൻവോളണ്ടറി ആക്ഷൻസും കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആർ കൺട്രോൾഡ്. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു, അല്ലെങ്കിൽ അനൈച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു എന്ന് പറയും.
ഓക്കെ, അപ്പം 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നാൽ എഴുതാൻ എന്തായാലും പഠിച്ചു വെക്കാം. ഇനി നമുക്ക് ഇന്റർ ഇയർ ആണ് തന്നിട്ടുള്ളത് എന്ന് വിചാരിക്കാം 4 മാർക്കിന്. അപ്പൊ 1, 2, 3, 4 ലേബൽ ആയിട്ട് ചെയ്യണം. അതുപോലെ തന്നെ ബാലൻസിങ് എങ്ങനെ അവർ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്കറിയാം 1 എന്ന് പറയുന്നത് ഏതാണ്? വെസ്റ്റിബുലാർ നാഡിയാണ്. 1 എന്ന് പറയുന്നത് വെസ്റ്റിബുലാർ നെർവാണ്, വെസ്റ്റിബുലാർ നാഡി. 2 എന്ന് പറയുന്നതോ നമ്മുടെ ഓഡിറ്ററി നെർവാണ്, ശ്രവണ നാഡി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താ? 3ഉം 4ഉം എന്നിവ ശരീരത്തുള്ളതിന് സഹായിക്കുന്നത് എങ്ങനെ? 3 എന്ന് പറയുന്നത് നമുക്കറിയാം ഏതാണ്? സെമി സർക്കുലർ വെസ്റ്റിബ്യൂളും. 4 എന്ന് പറയുന്നത് അർദ്ധവൃത്താകാര കുഴലുകളും സെമി സർക്കുലർ കനാലുമാണ്. സോ നമുക്ക് പറയാം മൂവ്മെന്റ് ഓഫ് ഹെഡ് ബ്രിങ് ദ മൂവ്മെന്റ് ഓഫ് എൻറ്റോലിയം പ്രസന്റ് ഇൻസൈഡ് ദ വെസ്റ്റിബ്യൂൾ ആൻഡ് സെമി സർക്കുലർ കനാൽ, അല്ലെ? തലയുടെ ചലനങ്ങൾ ആന്തരകർണത്തിലെ വെസ്റ്റിബ്യൂളിലും അതുപോലെ തന്നെ അർദ്ധവൃത്താകാര കുഴലിലുള്ള എൻഡോലിംഫിനെ എന്ത് ചെയ്യുന്നു? ചലിപ്പിക്കുന്നു. അങ്ങനെ എൻഡോലിംഫിനെ ചലിപ്പിക്കുന്ന അവയെ രോമകോശങ്ങളെ ഗ്രാഹി കോശ സമൂഹത്തിന്റെ ചലനത്തിന് കാരണമാകുന്നു. ഈ മൂവ്മെന്റ് എന്ത് ചെയ്യുന്നു? ഇതിനുള്ളിലുള്ള ഹെയർ സെൽസിന്റെ മൂവ്മെന്റിനെ സഹായിക്കുന്നു. ആൻഡ് അവിടെ എന്ത് ചെയ്യുന്നു? ഇമ്പൾസുകൾ ഉണ്ടാക്കുന്നു. അതെന്ത് ചെയ്യുന്നു? ഇമ്പൾസുകൾ ഉണ്ടാക്കുന്നു. അതുവഴി ഈ ഇമ്പൾസുകൾ ഫോം ചെയ്യുകയും വെസ്റ്റിബുലാർ നാളിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അതുവഴി സെറിബെല്ലത്തിലെത്തി നമുക്ക് മൂവ്മെന്റ് സാധ്യമാക്കുകയും ചെയ്യുന്നത്. അപ്പം ഇവർ രണ്ടുപേരുടെ റോൾ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കണം. ഇതുപോലെ 4 മാർക്കിന് ചോദ്യം വന്നാൽ എന്തായാലും എഴുതാൻ ശ്രമിക്കാം. ഇനി ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിക്കേ, ഐഡൻ 1 and 2 തന്നിട്ടുണ്ട്. ഇവിടെ ആൽഫ സെൽസ് ഗ്ലൂക്കോഗോൺ ആണ്. 1 എന്ന് പറയുന്നത് ഏതാണ്? ബീറ്റാ സെൽസ്. ബീറ്റാ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? ഇൻസുലിൻ ആണ്. ഇവിടെ ആൽഫയാണ്. ഓക്കെ, ബീറ്റാ കോശങ്ങൾ ഉണ്ടാക്കുന്നത് ഇൻസുലിൻ ആണ്. ഇൻസുലിൻ ഹോർമോൺ. 2ന്റെ ധർമ്മം എഴുതാനാണ്. ഇൻസുലിന്റെ ധർമ്മം എഴുതണം. ഇൻസുലിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയും എഴുതണം. ഇൻസുലിന്റെ ധർമ്മം എന്താ? സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾ ആണ്, അല്ലെ? നമ്മുടെ ഗ്ലൂക്കോസ് തന്മാത്രകളെ ആഗിരണം ചെയ്യുന്നു. എന്നിട്ടോ കരളിലും പേശിയിലും എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോസിനാക്കി മാറ്റുന്നു. അതായത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് ആര്? നമ്മുടെ ഇൻസുലിൻ എന്ന് പറയുന്നത്. ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ എന്തായി കുറഞ്ഞു പോയാൽ നമുക്ക് ഉണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്. Observe the following picture and answer the question. Name the part labeled as X. അതുപോലെ തന്നെ 2 hormone produced X and any one of action. How does part labeled Y prolong the body activities for more time? X എന്ന് നമുക്കറിയാം ഇത് ഏതാണ്? കിഡ്നിയുടെ മേലെ കാണുന്ന നമ്മുടെ ഏത് ഹോർമോൺ ആണ്? അഡ്രീനൽ ഗ്രന്ഥിയാണ്, അല്ലെ? അഡ്രീനൽ കോർട്ടക്സിൽ നമുക്ക് 2 ഹോർമോൺ ആണ് കാണുന്നത്. കോർട്ടിസോളും ഉണ്ട്, ആൽഡോസ്റ്റിറോണും ഉണ്ട്. കോർട്ടിസോൾ എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസ് സിന്തസൈസ്, ഇൻഫ്ലമേഷൻ, അലർജിനെ കൺട്രോൾ ചെയ്യുന്നു, ഡിഫൻസിനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആൽഡോസ്റ്റിറോൺ എന്ത് ചെയ്യുന്നു? സോൾട്ട് ടു വാട്ടർ ബാലൻസ്, നമ്മുടെ ജല ലവണ സന്തുലിതം തീരുമാനിക്കുന്നത്, രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നത് ആൽഡോസ്റ്റിറോൺ ആണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം സെക്സ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അല്ലെ? നമ്മുടെ ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാനും ഓട്ടയ്ക്ക് സഹായിക്കുന്നുണ്ട്. സി ക്വസ്റ്റ്യൻ എന്താ? സിമ്പത്തറ്റിക് വെസ് ഉത്തേജിപ്പിട്ട് കഴിഞ്ഞാൽ ശാരീരിക പ്രവർത്തനങ്ങൾ കൂടുതൽ സമയം നിലനിർത്തുന്നതിന് വൈ കാരണമാകുന്നത് എങ്ങനെ? അപ്പം ആക്ട് അലോങ് ദ സിമ്പത്തറ്റിക് സിസ്റ്റം ഡ്യൂറിങ് എമർജൻസീസ് ദസ് വി ക്യാൻ റെസിസ്റ്റ് വിത്ഡ്രോ അവർസെൽസ് ഫ്രം ദ സിറ്റുവേഷൻ. അപ്പം എന്ത് സംഭവിക്കുന്നു? ഇവിടെ വൈ എന്ന് പറയുന്നത് മെഡുലർ റീജിയൻ. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു? ഈ സിമ്പത്തറ്റിക് സിസ്റ്റം എമർജൻസീസിൽ നമ്മൾ പെട്ടെന്ന് ടെൻഷൻ ആവുന്ന സമയം, നമ്മൾ 1ാം പാഠത്തിൽ പഠിച്ചതാണ്, ടെൻഷൻ ആവുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഫ്ലൈറ്റ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ആരാണ്? ഈ സിമ്പത്തറ്റിക് വ്യവസ്ഥയാണ്. അപ്പൊ ഈ സിമ്പത്തറ്റിക് വ്യവസ്ഥയോട് ചേർന്നുകൊണ്ട് പെട്ടെന്ന് വരുന്ന പ്രശ്നങ്ങളെ അല്ലെങ്കിൽ സന്ദർഭങ്ങളെ നേരിടാനോ അല്ലെങ്കിൽ രക്ഷപ്പെടാനോ നമ്മളെ സഹായിക്കുന്നു. ഓക്കെ, അപ്പൊ സിമ്പത്തറ്റിക് വ്യവസ്ഥയോട് ചേർന്ന് നമുക്ക് ഒന്നെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടണം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഹോർമോൺ പ്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇത് നമ്മുടെ ഈ കോർട്ടക്സ്, അല്ലെ? അഡ്രീനൽ ഗ്രന്ഥിയിലെ മെഡുലർ റീജിയൻ നമ്മളെ സഹായിക്കുന്നത്. അതിൽ വരുന്നതാണ് ഇത് എപ്പിനെഫ്രിനും നോറെപ്പിനെഫ്രിൻ ഹോർമോൺ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഈ ഒരു കാര്യം കൂടെ പഠിച്ചു വെക്കണം. ഫിഗർ വെച്ചിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ്.
ഇതേപോലെ തന്നെ ഡയഗ്രാം ആയിട്ട് ന്യൂറോണിന്റെ ഭാഗവും ചോദിക്കാം. നമുക്കറിയാം സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നതാണ് ഇത്. അതുപോലെ തന്നെ ആക്സോണൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ആൻഡ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഇതുപോലെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ചോദിക്കും, പഠിച്ചു വെക്കുക. ഇനി എക്സ്റ്റേണൽ ഇയറിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടില്ലെങ്കിൽ പാർട്ട് ദാറ്റ് റിസീവ് വൈബ്രേഷൻ എന്ന് പറയുന്നത്, അവയ്ക്ക് സ്വീകരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ പിന്നയാണ്. പിന്ന, ചെവി, കുടയാണ് എ എന്ന് പറയുന്നത്. ട്യൂബ് ദാറ്റ് കണക്ട് ടു ഫാരിങ്സ് എന്ന് പറയുന്നത്, ഫാരിങ്സിലേക്ക് കണക്ട് ചെയ്യുന്നത് ഏതാണ്? യൂസ്റ്റേഷ്യൻ ട്യൂബാണ്. യൂസ്റ്റേഷ്യൻ ട്യൂബ് അല്ലെങ്കിൽ നമ്മൾ പറയും യൂസ്റ്റേഷ്യൻ നാളി. പാർട്ട് വേർ ഓഡിറ്ററി റിസപ്റ്റേഴ്സ് സീൻ, റിസപ്റ്റേഴ്സ് കാണുന്നത് എവിടെയാണ്? നമ്മുടെ കോക്ലിയയിലാണ്. ഓക്കെ, അപ്പൊ ഇതുപോലെ 4 മാർക്കിന്റെ ചോദ്യം വന്നാൽ അറ്റൻഡ് ചെയ്യാൻ പഠിച്ചു വെക്കുക. ആൻഡ് മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാ, ക്രേനിയൽ നെർവ്, സ്പൈനൽ നെർവ്, നമ്മുടെ സിമ്പത്തറ്റിക് വ്യവസ്ഥയുടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ എക്സ് ആൻഡ് വൈ. എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം സെൻട്രൽ നെർവസ് സിസ്റ്റം ആണ്. വൈ എന്ന് പറയുന്നത് ഏതാണ്? ഓട്ടോണമസ് നെർവസ് സിസ്റ്റം അല്ലെ. അപ്പം വൈ എന്ന് പറയുന്ന ഓട്ടോണമസ് നെർവസ് സിസ്റ്റം ആണ്. എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്രേനിയൽ നെർവ്സ്, സോറി എക്സ് എന്ന് പറയുന്നത് എന്താ? പെരിഫറൽ നെർവസ് സിസ്റ്റം. നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡും നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം. ശിരോനാടികൾ, സുഷുമ്നാ നാഡികൾ. എക്സ് എന്ന് പറയുന്നത് എവിടെ വരും? പെരിഫറൽ നെർവസ് സിസ്റ്റം വരും. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ മറ്റൊരു ഭാഗമാണ് വൈ എന്ന് പറയുന്ന ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. സ്വതന്ത്ര നാഡീ വ്യവസ്ഥ. ആ സ്വതന്ത്ര നാഡീ വ്യവസ്ഥയിലാണ് നമ്മൾ കാണുന്ന സിമ്പത്തറ്റിക് വ്യവസ്ഥയും. സെഡ് എന്ന് പറയുന്നത് എന്താ? പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയുമാണ്. പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ. ആൻഡ് ഇവിടെ ക്വസ്റ്റ്യൻ ഏതാ? കരള് ശ്വാസനാളത്തിൽ വരുന്ന മാറ്റം എന്താണെന്നാണ്. ഗ്ലൂക്കോസ് ഇസ് കൺവേർട്ടഡ് ഇൻടു ഗ്ലൈക്കോജൻ. ട്രക്കിയ കോൺട്രാക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ ആണ് ഈ ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനായി മാറുന്നതും ശ്വാസനാള ചുരുങ്ങുന്നതും. അപ്പോൾ ഓരോന്നിന്റെ റീസൺ, സിമ്പത്തറ്റിക് വ്യവസ്ഥ പഠിക്കുമ്പോൾ അതുപോലെ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും പഠിക്കണം. ഇതുപോലെ കണക്ട് ചെയ്തും ചോദിക്കാറുണ്ട്. ഹോർമോൺസിനെയും സിമ്പത്തറ്റിക് വ്യവസ്ഥയെയും കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പോൾ അതും ശ്രദ്ധിച്ചു കേൾക്കാം. ആൻഡ് നല്ല രീതിയിൽ തന്നെ ഡയഗ്രാംസ് പഠിച്ചു വെക്കണം. പിന്നെ കണ്ണിന്റെ ഡയഗ്രാം കൂടെ ഇമ്പോർട്ടന്റ് ആണ്, അതുകൂടി പഠിച്ചു വെക്കണം. നമുക്ക് ഓരോ ഭാഗം ലെയർ വെച്ച് ഫോട്ടോ റിസപ്റ്റേഴ്സ് സീൻ കാണുന്നത് എവിടെയാണ്? നമ്മുടെ ഈ ഒരു ഭാഗമാണ്, റെട്ടിനയാണ്. ദൃഷ്ടിപടലം എന്ന് നമ്മൾ പറയും. അതുപോലെ ചാമ്പർ ഫിൽഡ് വിത്ത് വാട്ടർ ലൈക്ക് ഫ്ലൂയിഡ്, അതിവിടെയാണ് നമ്മുടെ അക്വസ് ഹ്യൂമർ അല്ലെങ്കിൽ അക്വസ് ചാമ്പർ എന്ന് നമ്മൾ പറയും. അക്വസ് ചാമ്പർ അല്ലെങ്കിൽ അക്വസ് അറ എന്ന് പറയും. ഫ്ലൂയിഡ് ദാറ്റ് മെയിൻറ്റെയിൻ ഷേപ്പ് ഓഫ് ദ ഐ, അതാണ് ഇവിടെ കാണുന്ന വിട്രിയസ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ വിട്രിയസ് ദ്രവം എന്ന് പറയും. അപ്പം കണ്ണ്, ചെവി ഭാഗങ്ങളൊക്കെ പഠിച്ചു വെക്കണം. ഡയഗ്രാം റീഡ്രോ ചെയ്യാൻ വന്നാൽ എന്തായാലും റീഡ്രോ ചെയ്യണം. റീഡ്രോ ചെയ്യുന്നതിന് 1 മാർക്ക് ഉള്ളതാണ്. അപ്പൊ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും മിസ് വരുന്നതാണ്. ബൈ.